അണ്ടിപ്പരിപ്പും പിസ്തയും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ടും കൂടെ പൊടിച്ചെടുത്തൊന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് റോസ്റ്റ് ചെയ്യാത്ത സാധാ അണ്ടിപ്പരിപ്പാണ്. ഇതൊരു മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. രണ്ടും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഗീ ഒഴിക്കാം. കയ്യിലും അല്പം ഗീ പുരട്ടിയതിന് ശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായി കുഴച്ചെടുക്കണം. ഞാൻ അതിനു വേണ്ടി ഇവിടെ അല്പം പാലെടുത്തിട്ടുണ്ട്. ആദ്യം 1 ടീസ്പൂൺ പാലൊഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിന് വളരെ കുറച്ച് പാല് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നോക്കിയിട്ട് വേണം ഒഴിക്കാൻ. ഒരു 1/2 ടീസ്പൂൺ കൂടി ഒഴിക്കാം. വീണ്ടും ഒരു 1/2 ടീസ്പൂണോളം പാൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാല് സൂക്ഷിച്ചിട്ട് വേണം ഒഴിക്കാൻ. കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഞാനിപ്പോൾ 2 ടീസ്പൂൺ പാല് മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. നല്ല സോഫ്റ്റായിട്ട് നന്നായി കുഴച്ചെടുത്ത് നമുക്കിത് മാറ്റി വെക്കണം. ഞാനിതിവിടെ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1/4 കപ്പ് പിസ്ത ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതിയോളം പൊടിച്ച പഞ്ചസാരയും ചേർക്കാം. അതായത് പിസ്തയുടെ പകുതി പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു നുള്ളി ഏലക്കായ് പൊടിച്ചത് ചേർക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഈ പാലിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പച്ച കളർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലും കുറവായിട്ട് ചേർത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൽ നിന്നും 1 ടീസ്പൂൺ പാലെടുത്ത് ഈ പിസ്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ഏകദേശം 1 ടീസ്പൂണോളം നെയ്യും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ പാല് മതിയാവില്ല. ബാക്കിയുള്ള മുഴുവൻ പാലും ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. അതായത് 2 ടീസ്പൂൺ പാല് മുഴുവനായിട്ട് ഞാൻ ഈ പിസ്തയിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അണ്ടിപ്പരിപ്പ് കുഴച്ചെടുത്ത പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഈ പിസ്തയുടെ മാവും കുഴച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ മാവ് വെച്ച് കൊടുത്ത് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. ഇത് നിങ്ങൾ കുഴച്ച് വെച്ചെടുത്തുനിന്ന് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ ഒരു അല്പം പാല് ചേർത്ത് ഒന്നുകൂടി കുഴച്ചെടുത്താൽ മതി. ഹാർഡായി കഴിഞ്ഞാൽ ഇത് പരത്തിയെടുക്കാൻ കഴിയില്ല. ഇതിങ്ങനെ പൊട്ടി പോവും. നല്ല സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പരത്തിയെടുക്കാൻ കഴിയുള്ളൂ. പാല് ചേർത്ത് വീണ്ടും കുഴക്കുമ്പോൾ ശ്രദ്ധിക്കണം. 1 ടീസ്പൂണോ മറ്റോ പാല് മാത്രമേ ചേർക്കാവൂ. കൂടിപ്പോകാൻ പാടില്ല. ഇത് നമുക്ക് നല്ല നേരിയതായിട്ട് പരത്തിയെടുക്കാം. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ പരത്തുന്നതാണ് നല്ലത്. ഇതിവിടെ നല്ല നേരിയതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബട്ടർ പേപ്പർ എടുത്ത് അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ച പിസ്തയുടെ മാവ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് നീളത്തിലൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ വലിച്ച് ഇത് നീട്ടിയതിന് ശേഷം നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ പരത്തി വെച്ച അണ്ടിപ്പരിപ്പിൻ്റെ മാവിൻ്റെ അതേ നീളത്തിൽ ചെയ്താൽ മതി. ഇനി ഇത് ഈ അണ്ടിപ്പരിപ്പിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഒരറ്റത്തായിട്ട് വെക്കുക. ഇനി ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്യാൻ ശ്രദ്ധിക്കണം.
ഇതുപോലെ നന്നായിട്ട് നല്ല ടൈറ്റായി റോൾ ചെയ്യാം. ബാക്കി വരുന്ന ഭാഗം നമുക്കൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയാം. ഈ സൈഡിലുള്ള ചെറിയ ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളയാണ്. ഇനി ഇത് നമുക്ക് നല്ല മിനുസത്തിലുള്ളതാക്കി എടുക്കണം. എവിടെയും പൊട്ടലൊന്നും ഇല്ലാതെ നല്ല സ്മൂത്താക്കി എടുക്കാം. ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല മിനുസുള്ളതാക്കി മാറ്റാം നമ്മുടെ റോള്. ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കാം. നല്ല ഭംഗിയായി വന്നിട്ടുണ്ട് പിസ്ത റോള്. നമുക്കിതിന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒരു പീസ് കട്ട് ചെയ്തതിന് ശേഷം അത് വെച്ചിട്ട് അതേ അളവിലുള്ള പീസാക്കിയിട്ട് എല്ലാം കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെറുതോ വലുതോ ആയിട്ട് കട്ട് ചെയ്യാം. ഇതിപ്പോൾ ഈ അളവിൽ ഒരു 5-6 പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂനട്ട് പിസ്ത റോളാണിത്. പഞ്ചസാര ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിൽ ചേർത്തിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നട്ട്സ് കഴിക്കാതെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്തായാലും ഇത് കഴിച്ചോളും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. വളരെ കാണാൻ ഭംഗിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കാഷ്യൂ പിസ്ത റോൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. എൻ്റെ എല്ലാ റെസിപ്പികൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്